പശ്ചിമേഷ്യയിൽ 2 മാസത്തിലേറെയായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ നിർണായക നീക്കവുമായി ഇറാൻ. വാണിജ്യ ആവശ്യങ്ങൾക്കായി ലോകരാജ്യങ്ങളുടെ പ്രധാന കപ്പൽപാതയായ ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കാൻ തയ്യാറാണെന്ന് ഇറാൻ അമേരിക്കയെ അറിയിച്ചതായാണ് വിവരങ്ങൾ. യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പിന്നീട് മതിയെന്നും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ അമേരിക്കയെ അറിയിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തൽ ദീർഘകാലത്തേക്ക് നീട്ടുകയോ എന്നേക്കുമായി നിർത്തുകയോ ചെയ്യണമെന്നാണ് ഇറാന്റെ ആവശ്യമെന്ന് വിവിധ ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമുസിൽ US ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞതിനു ശേഷം മാത്രം ആണവ ശേഖരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കാമെന്നും ഇറാൻ അമേരിക്കയെ അറിയിച്ചതായാണ് വിവരം. അതേസമയം ഇറാന്റെ നിർദ്ദേശത്തോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി ഇറാനിയൻ തുറമുഖങ്ങളിലെ നാവിക ഉപരോധം തുടരാനാണ് ട്രംപിന്റെ താൽപര്യം. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മേഖലയിലെ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി പാകിസ്ഥാൻ, ഒമാൻ എന്നിവിടങ്ങളിൽ ചർച്ചകൾ നടത്തിയിരുന്നു. നിലവിൽ അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്താൻ റഷ്യയിലാണുള്ളത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഏപ്രിൽ ആദ്യവാരം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പ്രധാന വിഷയങ്ങളിൽ ഇതുവരെ ധാരണയായിട്ടില്ല. മാത്രമല്ല, നിർണായകമായ ഇടക്കാല തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എണ്ണ, ഗ്യാസോലിൻ വിലകൾ കുതിച്ചുയർന്നതിനാൽ കടലിടുക്ക് അടച്ചുപൂട്ടൽ ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ എണ്ണ, വാതകം കയറ്റുമതി ചെയ്യാൻ ജലപാത ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ ഗൾഫ് സഖ്യകക്ഷികളെയും ഇത് സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. അടച്ചുപൂട്ടൽ ലോക സമ്പദ് വ്യവസ്ഥയിലുടനീളം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. വളം, ഭക്ഷണം, മറ്റ് അടിസ്ഥാന വസ്തുക്കൾ എന്നിവയുടെ വില ഉയർത്തി. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ നിർദ്ദേശം പിന്നീടുള്ള തീയതിയിലേക്ക് മാറ്റിവെക്കും. ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ഇറാന്റെ കഴിവ് നിഷേധിക്കുക എന്നതായിരുന്നു താൻ യുദ്ധത്തിലേക്ക് പോയതിന്റെ ഒരു പ്രധാന കാരണമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാനിയൻ, പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള അടച്ചിട്ട വാതിൽ ചർച്ചകൾ ചർച്ച ചെയ്യുന്നതിനായി നിർദ്ദേശത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരും പേര് വെളിപ്പെടുത്തരുതെന്ന ഉപാധിയോടെ സംസാരിക്കുകയും ചെയ്തു. ആക്സിയോസ് വാർത്താ ഏജൻസിയാണ് ഇറാന്റെ നിർദ്ദേശം ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ടെഹ്റാനെ വളരെ കാലമായി പിന്തുണയ്ക്കുന്ന ഇറാന്റെ വിദേശകാര്യമന്ത്രി റഷ്യ സന്ദർശിച്ചപ്പോഴാണ് ഇത് സംഭവിച്ചത്. മോസ്കോ ഇപ്പോൾ എന്ത് സഹായം വാഗ്ദാനം ചെയ്യുമെന്നതിൽ വ്യക്തതയില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.